പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ എന്നാണ് ഞാനിപ്പം ഈ വിറകടുപ്പിൽ ചുട്ടെടുത്ത അല്ലെ വാഴയിലെ പൊതിഞ്ഞ് വേവിച്ചെടുത്ത മീനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഉള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് മുറ്റത്തുണ്ടാക്കിയത് രാവിലെ അത് ഇതിനകത്തോട്ട് കോരിയെടുക്കുക. കാരണം ഊറ്റുന്നതിനേക്കാളും എളുപ്പം ഇതാണ്. കുക്കറിൽ നിന്നോ അല്ലെ ഊറ്റുന്നത് പോലെ ഊറ്റാൻ പറ്റിയല്ലോ. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി ഗ്യാസ് അടുപ്പേ വെച്ച് മുളകിട്ട് ഇളക്കിയെടുക്കാം. ഫ്രീസറിലിരുന്ന മീനാണ്. ഫ്രീസറിൽ വെച്ചപ്പോൾ അല്പം വെള്ളം കൂടി ഒഴിച്ച് വെച്ചിരുന്നത്. കാരണം കറണ്ട് പോയാലും ആ ഐസിനകത്ത് തന്നെ മീൻ ഇരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്കിത് ഐസൊക്കെ ഒന്ന് ഒരു ഡീഫ്രോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഇടാം. നമ്മുടെ മീനിവിടെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അച്ചാറ് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു പൊടിക്ക് കായം, അതിന് പ്രത്യേക അളവൊന്നുമില്ല, ഒരല്പം കായം. ഉലുവായും ഒക്കെ ചേർക്കുന്നതിന് പകരമാണ് അല്പം അച്ചാറ് പൊടി ചേർത്തത്. ഇനി ചേർക്കുന്നത് ഒരല്പം തക്കാളി, ഒരു തക്കാളിയുടെ പകുതിയുള്ളൂ, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, അത്രയും തന്നെ വെളുത്തുള്ളി, ഇനി കൊച്ചുള്ളി അരിഞ്ഞത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് തിരുമ്മി വയ്ക്കും. ഇത് ചുട്ടെടുക്കാനാണ്, അതുകൊണ്ട് എണ്ണയൊന്നും ചേർക്കുന്നില്ല. കാരണം എണ്ണ ഒരു പരിധി വിട്ട് ചൂടാകുന്നത് ചീത്തയല്ലേ ആരോഗ്യത്തിന്. അതുകൊണ്ട് അടുപ്പിലിട്ട് ചുടുമ്പം തീയുടെ ഡിഗ്രി ഒന്നും നമുക്കറിയത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഇത് വെന്ത് എടുത്ത് കഴിയുമ്പം ഇതിനകത്ത് അല്പം എണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം ഞാൻ ഇതിവിടെ ഒരു 10 മിനിറ്റ് തിരുമ്മി വെച്ചിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കാം. ഞാനിവിടെ പതുക്കെ ഒന്ന് വാട്ടി ഒരില എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വേറൊരു ഇല വെച്ചു, നടുക്ക് ഒരു കുഞ്ഞിലയും കൂടെ വെച്ചു. കാരണം ഇത് മറിച്ച് വെക്കുമ്പോൾ മുകളിൽ 2-3 ഇല വരും. അപ്പോൾ അടിയിലും കൂടെ ഒരിച്ചിരി ഇല വന്നോട്ടെ എന്ന് ഓർത്തുകൊണ്ട് വെച്ചതാണ്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് നിരത്തി വയ്ക്കാം. കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കൂടുതൽ തക്കാളിക്ക് ഇടാം, കൂടുതൽ മുളക് പൊടി ഇടാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം. ഇത് ഞാനിനി ഒന്ന് പൊതിഞ്ഞെടുക്കട്ടെ. പൊതിഞ്ഞെടുക്കാൻ 2 കൈയും വേണ്ടേ. പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ പേപ്പറിലും കൂടെ പൊതിയണം. അത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഒരു വാഴയിലയും കൂടെ ഒരു കുഷനിലയും കൂടെ വെച്ചിട്ട് അതിനകത്ത് ഒന്നും കൂടെ പൊതിഞ്ഞിട്ട് ഒന്ന് കെട്ടി വെച്ചാലും മതി. ഇപ്പം ഞാൻ കെട്ടി ഇത് വെക്കുന്നതിനേക്കാൾ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഈ അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് വയ്ക്കുകയാണ്. അത് നമുക്ക് ഒന്ന് മുറിച്ചിട്ട് പൊതിഞ്ഞെടുക്കാം. നമുക്ക് ഇതാകുമ്പോൾ ഇനി വിടർന്നൊന്നും പോവുകയില്ല. ഇതിനി മൈദ കൂട്ടി ഒട്ടിക്കാനോ പെറുക്കാനോ ഒന്നും പോകണ്ട. ഇത് പോവൊന്നുമില്ല. ഇച്ചിരിയൊക്കെ വിടർന്ന് പോയാൽ തന്നെ നമുക്ക് വാഴയില ഉണ്ടല്ലോ. നമ്മൾ കപ്പ വേവിച്ച അടുപ്പാണിത്. അതിലേക്ക് ഞാൻ നല്ല തീക്കനൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും 2 ചിരട്ടയും കൂടെ ഒന്ന് ഇട്ടതാണ്. ആ ചിരട്ട ഇപ്പം തന്നെ കത്തിത്തീരും. ആ കനൽ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ അതിനകത്തിട്ട് പൊള്ളിച്ചെടുക്കണം. ചിരട്ടയൊക്കെ കത്തി നല്ല കനലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക്
ഇനി ഒന്ന് നിരത്തി വയ്ക്കാം. കവർ ചെയ്യാനും കൂടെ ഉള്ളൂ, അതുകൊണ്ടാട്ടോ അങ്ങോട്ട് മാറ്റുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ മീൻ ഇതിനെ നമ്മൾ ഈ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കും. ഇനി തവി എടുത്ത് നമുക്കിത് കോരി ഇതിൻ്റെ മുകളിലേക്ക് സെറ്റായി. ഈ പെട്ടെന്ന് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു ചകിരി ഇവിടെ വെച്ചേക്കാം. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. കണ്ടോ, നമ്മുടെ മീൻ കനലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 20 മിനിറ്റായി. നമുക്കിതൊന്ന് മറിച്ചിടാം. അടിയിലും ഇതുള്ളത് കൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല, മറിച്ചിട്ടില്ലെങ്കിലും എന്ത് വരും. പക്ഷേ ഒരു എന്തെങ്കിലും പാകപ്പഴം വന്ന് ഏതെങ്കിലും അരികെ വേകാതെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് എൻ്റെ വെടുപ്പ് നിറം കണ്ടുകൊണ്ട് പോയി പിടിക്കുകയൊന്നും ചെയ്യരുത്. ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് കഴിയുമ്പം നമുക്ക് എടുത്ത് നോക്കാം. മീനല്ലേ, മീനിനൊരു 10 മിനിറ്റ് വേവേ ഉള്ളൂ. പിന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വെയിറ്റ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് തണുത്ത് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ മീൻ മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കതൊന്ന് എടുക്കാം. ഓർക്കിഡൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ ഈ കനലിപ്പോൾ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടാൽ ഓർക്കിഡിൻ്റെ ചട്ടി നിറയ്ക്കാനുള്ള നല്ല കനലുകൾ കിട്ടും. നമുക്ക് തീ എടുത്തണ്ട, അടുത്ത കാര്യം അടുപ്പത്തേക്ക് വെക്കാനുള്ളതല്ലേ. തീ കെട്ടുപോകാതിരിക്കാൻ എപ്പോഴും ഒരു ചകിരി കമത്തി വെച്ചാൽ മതി, തീ കെടാതിരുന്നു. നമ്മുടെ വാഴയിലയൊക്കെ നമുക്ക് അഴിച്ചു നോക്കാം. വാഴയില ഏതായാലും കരിഞ്ഞു പോയിട്ടില്ല. അപ്പം നമ്മുടെ മീനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പൊതി മാറ്റി വൃത്തിയായിട്ട് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാഴയിലക്കകത്തേക്ക് അല്ലെ മീനിനകത്തേക്ക് കണ്ടോ നമ്മുടെ മീൻ നല്ല പരുവത്തിനായിട്ടുണ്ട്. കണ്ടോ, നല്ല മണോ. അതിലപ്പുറം നമുക്കിത് നമ്മുടെ ഈ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നമ്മുടെ മീൻ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സൂപ്പർ മണവും വരുന്നുണ്ട്. ഇനി നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അത്രേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്കൊരു സ്പൂണും കൊണ്ട് വേണമെങ്കിലൊന്ന് ഇളക്കി നിരത്താം. ഇല്ല കൂട്ടുമ്പം കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും എന്തോ എണ്ണ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാലും മതി. അപ്പം നമുക്കൊരല്പം ചോറിൻ്റെ കൂടെ
കപ്പയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാം. ഇനി നമുക്ക് ഇത് തന്നെ ഒന്ന് മടക്കി ആറിപ്പോകാതെ അങ്ങ് മൂടി വയ്ക്കാം. എല്ലാവർക്കും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. നമുക്ക് ഓരോ ദിവസവും ഇതുപോലെ പുറത്ത്. ഇനി നമുക്ക് ഒരു ചെയ്യാം. അങ്ങനെ കനൽ കിട്ടുമ്പോൾ കനലിൽ പല കാര്യങ്ങൾ നമുക്ക് ചുറ്റും തീയിൽ എണ്ണയില്ലാതെ അടുപ്പില്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ. നമ്മുടെ മീൻ നമ്മൾ ഭദ്രമായിട്ട് മൂടി വെച്ചു. ഇനി നമുക്ക് കഴിക്കാൻ നേരം ആകുമ്പോഴത്തേനും എണ്ണയൊക്കെ ആയിട്ട് പതോടെ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.